രാജ്യസുരക്ഷയെ മുൻനിർത്തിയ ഹൈബ്രിഡ് സെക്യൂരിറ്റിയുമായി CISF. സുരക്ഷാ ഭീഷണി നേരിടാൻ നവീന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തും. എയർപോർട്ട് സെക്ടർ IG ജോസ്മോൻ IPSുമായി ഞങ്ങളുടെ പ്രതിനിധി ബീന റാണി സംസാരിക്കുന്നു. എയർപോർട്ട് സെക്ടർ IG ശ്രീ ജോസ്മോൻ IPS ആണ് നമ്മോടൊപ്പം ചേരുന്നത്. ഹൈബ്രിഡ് സംവിധാനങ്ങൾ ഒപ്പം തന്നെ ആൻറ്റി ഡ്രോൺ സംവിധാനങ്ങൾ ഇതൊക്കെ ഇപ്പോൾ CSFൻ്റെ ഒരു മുഖമുദ്രയാണല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് സുരക്ഷയ്ക്കായി കൂടുതൽ മുന്നോട്ട് വയ്ക്കുന്നത്? നമ്മൾ CSFൻ്റെ സെക്യൂരിറ്റി അപ്രോച്ച് മെയിനായിട്ടും ആക്സസ് കൺട്രോൾ സെക്യൂരിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ആക്സസ് കൺട്രോളിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് നമ്മൾ ചെയ്യുന്നത് ടെക്നോളജിക്കാണ്. ഇപ്പോൾ ടെക്നോളജിയിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പെരിമീറ്റർ നോക്കുകയാണെങ്കിൽ പെരിമീറ്റർ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ടെക്നോളജി ഉണ്ട്. അപ്പോൾ എന്തൊരു അൺയൂഷ്വൽ മൂവ്മെൻറ്റ് ഒരു വൈറ്റൽ ഇൻസ്റ്റലേഷൻ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ പുറത്ത് നടന്നു കഴിഞ്ഞാലും അകത്തേക്ക് വരുന്നതിന് മുമ്പേ നമുക്ക് അലേർട്ട് കിട്ടും. അതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോൺസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതൊരു ഫിസിക്കൽ മൂവ്മെൻ്റ് അല്ല. അപ്പോൾ അതിനുവേണ്ടി കൗണ്ടർ ഡ്രോൺ സിസ്റ്റംസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ പെരിമീറ്റർ കഴിഞ്ഞിട്ട് ഇപ്പം മെയിൻ ബിൽഡിംഗ് ഇപ്പോൾ എയർപോർട്ട് സെക്യൂരിറ്റി പോലെയുള്ള ഒരു സംവിധാനമാണെങ്കിൽ ഇപ്പം പലതരത്തിലുള്ള ടെക്നോളജി. ഇപ്പം നമ്മളിപ്പം എയർപോർട്ടിൽ ഒരാൾ പോവുകയാണെങ്കിൽ ടിക്കറ്റ് നമ്മൾ സ്കാൻ ചെയ്യുകയോ ചെയ്യുന്നത്, വായിച്ച് നോക്കുന്നതിന് പകരം നമ്മൾ സ്കാൻ ചെയ്യുമ്പം ആ ഡേറ്റ ആയിട്ട് നമ്മൾ മാച്ച് ചെയ്യും. ഈ വരുന്ന ആൾ ജെനുവിൻ ആണോ, അവരുടെ ID പ്രൂഫ് കറക്റ്റാണോ, അവരുടെ ടിക്കറ്റ് വാലിഡ് ടിക്കറ്റിലാണോ വരുന്നത്, അത് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. സർ, ഇപ്പോൾ എയർപോർട്ടിൽ നമ്മൾ എടുക്കുമ്പോൾ ഒരുപാട് യാത്രക്കാർ ദിവസവും യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമാണ്. എങ്ങനെയാണ് ഈ സുരക്ഷയും അവരുമായുള്ള സൗഹാർദ്ദമായ പെരുമാറ്റവും കൂടി മാനേജ് ചെയ്യുന്നത്? അതൊരു ചലഞ്ചാണ്. കാരണം നമ്മൾ എയർപോർട്ടിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു ഫ്രീഡം നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർ എന്തെല്ലാം സാധനം കൊണ്ടുപോകുന്നു, അതിലെന്തെങ്കിലും ഒബ്ജക്ഷനബിൾ ആയിട്ടുള്ള റെസ്ട്രിക്റ്റഡ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ. റെസ്ട്രിക്റ്റഡ് ഐറ്റത്തിൻ്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 300ഓളം ഐറ്റംസ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളതുണ്ട്. അതിലിപ്പം വേണമെങ്കിൽ കത്തി പെടും, അല്ലെങ്കിൽ ചെറിയ സ്ക്രൂ ഡ്രൈവർ ആണെങ്കിൽ അത് പെടും. എസെൻഷ്യലി അതിപ്പോൾ ഒരു ബോംബ് ആയിക്കൊള്ളണമെന്നില്ല. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള എയർപോർട്ടിൽ ഞാൻ ഈ അവസരം ജനങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നു. കാരണം എയർപോർട്ടിൽ ഇപ്പോൾ ഒരു പാസഞ്ചർ ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഇറിറ്റേറ്റഡ് ആകുമ്പോൾ അവർ പറയും ഞാൻ ബോംബ് ക്യാരി ചെയ്യുന്നില്ല എന്ന് പറയും, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ബോംബ് ഉണ്ടെന്ന് പറയും. അത് ആ ഇറിറ്റേഷനിൽ പറയുന്നത്. പക്ഷേ നമ്മൾ നിയമപ്രകാരം നോക്കുകയാണെങ്കിൽ ബോംബ് എന്നൊരു വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ പാസഞ്ചറിൻ്റെ ട്രാവൽ അതിൽ ഒബ്സ്ട്രക്റ്റ് ആവും. അവരെ പിന്നെ കംപ്ലീറ്റ് വെരിഫൈ ചെയ്തിട്ട് അവരെ ആ പാസഞ്ചറിനെ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ പാസഞ്ചേഴ്സുമായിട്ട് നമ്മളുടെ CSF പേഴ്സണൽ ഇൻട്രാക്ട് ചെയ്യുമ്പം അവരുടെ സോഫ്റ്റ് സ്കില്ലിന് നമ്മൾ ഒത്തിരി എംഫസിസ് കൊടുക്കുന്നുണ്ട്. അവർ പലപ്പോഴും പാസഞ്ചർ ഇറിറ്റേറ്റ് ആയാലും നമ്മൾ ഇറിറ്റേറ്റ് ആവാതിരിക്കുക. ഇറിറ്റേഷൻ വരാനുള്ള പല കാരണങ്ങൾ കാണും. ചിലപ്പോൾ CSF പേഴ്സണലിൻ്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടായിരിക്കും. കണ്ടിന്യൂസ് ട്രെയിനിങ് കൊടുത്ത് അത് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സുരക്ഷാ പരിശോധനകളെല്ലാം കുറച്ചുകൂടി ഫാസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഈ AI അതുപോലെ ഫേഷ്യൽ റെക്കഗ്നീഷൻ ഇതൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? അത് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. പല സ്റ്റേജായിട്ട് അത് വരുന്നുണ്ട്, തീർച്ചയായിട്ടും വരുന്നുണ്ട്. ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെക്നോളജിയുടെ വൾണറബിലിറ്റീസും നമുക്ക് അക്കൗണ്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. ഒരു ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്തു, ആ ടെക്നോളജിക്ക് വൾണറബിലിറ്റി ഉണ്ട്, അത് സൈബർ സെക്യൂർ ആണോ എന്ന് നോക്കേണ്ടതുണ്ട്. അപ്പം ടെക്നോളജി വരുന്നത് വഴി തീർച്ചയായിട്ടും ഇപ്പോൾ AI ക്യാമറാസ് വരുന്നത് വഴി സ്മൂത്തായിട്ട് പാസഞ്ചേഴ്സിന് വിത്തൗട്ട് ടച്ച്, നമ്മളുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്ന ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു പാസഞ്ചറാണ്. അവർക്ക് വിത്തൗട്ട് ഒബ്സ്ട്രക്ഷൻ, വിത്തൗട്ട് ടച്ച് അവർ എയർക്രാഫ്റ്റിൽ എത്തണം. അപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു 2 സ്റ്റെപ്പ് വേണമെങ്കിൽ ഞാൻ പറയാം. ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പുതിയ സ്കീമാണ് DG യാത്രാ സ്കീം എന്ന് പറഞ്ഞുകൊണ്ട്. DG യാത്രയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഓട്ടോമേറ്റഡ് ആയിട്ട് നമ്മളുടെ ഫേഷ്യൽ റെക്കഗ്നീഷൻ വഴി ചെയ്യുന്നൊരു സിസ്റ്റമാണ്. വേറെ ഇപ്പോൾ കൊച്ചി എയർപോർട്ടിലാണെങ്കിലും രണ്ട് ഫുൾ ബോഡി സ്കാനറിൻ്റെ ട്രയൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ ബോഡി സ്കാനറും കൊണ്ടുവരുന്നത് വഴി അതും ഒരു ടു എ ഗ്രേറ്റർ എക്സ്റ്റെൻറ്റ് എനിക്ക് പറയാൻ പറ്റും, അതും ഓട്ടോമേറ്റഡ് ആണ്, ടച്ച് ഫ്രീ ആയിട്ടുള്ള. ഇപ്പം ഞാനൊരു റെസ്ട്രിക്റ്റഡ് ഐറ്റം ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ ബൗണ്ട് ടു ഗെറ്റ്
ഫർദർ സ്ക്രീൻ. ഇപ്പോൾ എയർപോർട്ടിലും ഈ അതുപോലെ തന്നെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസിലും ഒക്കെ ഈ ഒരു വരുന്ന ഡീക്കേഡിൽ എന്തായിരിക്കും ഏറ്റവും വലിയ സെക്യൂരിറ്റി ത്രെട്ടായിട്ട് CISF കാണുന്നത്? ഇപ്പം നമ്മൾ മൊത്തം ഒരു ഗ്ലോബലി നോക്കുകയാണെങ്കിൽ സെക്യൂരിറ്റി ഇന്നത്തെ സിറ്റുവേഷനിൽ ഓൾമോസ്റ്റ് ഒരു ഫ്രണ്ട് സീറ്റിലാണ്. എവിടെ സെക്യൂരിറ്റി ലാപ്സസ് ഉണ്ടോ അത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് അവിടെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി നമ്മൾ കോംപ്രമൈസ് ചെയ്ത് നമ്മൾ എന്തെല്ലാം ഡെവലപ്മെൻറ്റ് ചെയ്തു, എന്തെല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും സെക്യൂരിറ്റി കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ കമ്മിങ് ടു സീറോ. ഇപ്പോൾ നമ്മൾ വീട് വളരെ നല്ലൊരു വീട് പണിതു, ആ വീട്ടിൽ കള്ളൻ കയറി കഴിഞ്ഞാൽ വീട്ടിലെ എല്ലാ കാര്യങ്ങളും കുത്തിപ്പൊളിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് തീർന്നു. അതുകൊണ്ട് സെക്യൂരിറ്റി ഒരിക്കലും നമ്മൾ ബാക്ക് സീറ്റിൽ വെക്കരുത്. അതിന് അതിൻ്റേതായ സെക്യൂരിറ്റി കോംപ്രമൈസ് ആണെങ്കിൽ എല്ലാം തീർന്നു. അപ്പോൾ സെക്യൂരിറ്റിക്ക് ഡ്യൂ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. ഇപ്പോൾ കാലം മാറുന്നതനുസരിച്ച് ടെക്നോളജിക്കൽ ചലഞ്ചസും ഉണ്ട്, ടെക്നോളജിക്കൽ സൊല്യൂഷൻസും ഉണ്ട്. അപ്പം സെക്യൂരിറ്റി ചലഞ്ചസ് മീറ്റ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സൊല്യൂഷനാണ് ടെക്നോളജിക്കൽ സൊല്യൂഷൻ. ഇപ്പോൾ ഒരു വീടിൻ്റെ ആണെങ്കിലും നാഷണൽ സെക്യൂരിറ്റീനെ നോക്കുകയാണെങ്കിലും ടെക്നോളജി വഴി നമുക്ക് ഒത്തിരി സൊല്യൂഷൻസ് അത് തരുന്നുണ്ട് ടെക്നോളജി. പക്ഷേ ടെക്നോളജി ഒത്തിരി ചാലഞ്ചസും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സൈബർ ത്രെട്ട് എല്ലാ ദിവസവും നമ്മൾ കേൾക്കുന്നുണ്ട്. സൈബർ ക്രിമിനൽസ് പൈസ ചീറ്റ് ചെയ്തിട്ട് കൊണ്ടുപോയി ആൾക്കാരെ ആ രീതിയിൽ OTP വാങ്ങിച്ചു. ഒത്തിരി സൈബർ ഫ്രോഡ്സ് നടക്കുന്നുണ്ട്. അതിൻ്റെ സൊല്യൂഷനും ടെക്നോളജി സൊല്യൂഷനാണ്. ഓഫ് കോഴ്സ് അവെയർനെസ് ജനങ്ങൾക്ക് വേണം. പക്ഷേ നമുക്ക് സെക്യൂരിറ്റി, നാഷണൽ സെക്യൂരിറ്റി ആണെങ്കിലും ഇൻസ്റ്റലേഷൻ വൈസുള്ള സെക്യൂരിറ്റി ആണെങ്കിലും ടെക്നോളജിക്കൽ ത്രെഡ്സ് ആണെങ്കിലും ഇതെല്ലാം ഒരു 1, 2, 3 എന്നുള്ള രീതിയിൽ മേജർ ചലഞ്ചസ് ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. താങ്ക് യു സർ.